നമസ്കാരം. നാട്ടുരാജ്യം ന്യൂസിന്റെ സ്പോർട്സ് വാർത്തകൾ. നാട്ടുരാജ്യം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കായിക രംഗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീദേവി രാജേഷിനെയാണ്. കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതിയുടെ ഭക്തയും കൂടിയായ ഈ ഇന്ത്യൻ കായിക താരത്തെ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞ സപ്താഹ ഉദ്ഘാടന വേദിയിൽ ബഹുമാന്യനായ യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽജി കായിക താരത്തെ ആദരിക്കപ്പെടുകയും ഇനിയും ലോകോത്തര കായിക ഇനങ്ങളിൽ ഒളിമ്പിക്സ് പോലെയുള്ള മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അമ്മയുടെ കടാക്ഷങ്ങളും അനുഗ്രഹിച്ചു. ദേവി കടാക്ഷം ജീവിതത്തിൽ വിളയാടി ലോകരാഷ്ട്രങ്ങളിൽ വരെ ഈ അമ്മയുടെ നാടിൻ്റെ പേരും മകളുടെ പ്രശസ്തിയും ശോഭിതമായതിനുള്ള അംഗീകാരമാണ് ആദരവ് എന്ന് യജ്ഞാചാര്യൻ ഓർമ്മിപ്പിച്ചു. കുമാരമംഗലം MKNMHS സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ ദേവിയുടെ നടയിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ ഭക്ത ആയതുകൊണ്ട് മാത്രമാണ് ഈ വിജയമെന്നും കൂടി ശ്രീദേവി രാജേഷ് ഈ യജ്ഞവേദിയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു. ജീവിത നിലവാരം കടന്നു പോകുന്നത് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ. അച്ഛൻ രാജേഷ് ഓട്ടോ ഡ്രൈവർ, അമ്മ കൂലിപ്പണിയും, ഇളയ സഹോദരൻ 5ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. കുമാരമംഗലം ദേവി ഭഗവതിയുടെ സമീപത്തുള്ള ഒരു ചെറിയ വീടാണ് ശ്രീദേവിയുടെ ഭവനം. 8ാം ക്ലാസ് വരെ കുമാരമംഗലം MKNMH സ്പോർട്സ് വിദ്യാർത്ഥിയായിരുന്നു. കുട്ടിയുടെ മികവുകൾ കണ്ട് കായികാധ്യാപകൻ ആലപ്പുഴയിലെ FIT ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ സ്കൂളിലേക്ക് സെലക്ഷന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അവിടുത്തെ കഠിനമായ പ്രാക്ടീസിന് ശേഷമാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കാൻ പറ്റിയതും ഭാഗ്യമുണ്ടായതും എന്നും ശ്രീദേവി രാജേഷ് പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ശ്രീദേവി ഇത്രയേറെ വിജയം കരസ്ഥമാക്കി, എന്താണ് ഇതിൻ്റെ ഒരു ചെറുപ്പത്തിൽ ഇതിനുള്ളൊരു പ്രാക്ടീസ് തുടങ്ങാൻ കാരണം? ഇങ്ങനെയൊരു ലക്ഷ്യത്തിലെത്തുമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഇതുണ്ടായിരുന്നു മനസ്സിന്? അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ഞാൻ ഇതുപോലെ ഒരു ഇതിൽ പോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഇതിൽ കോച്ചസ്, സാറ് സപ്പോർട്ട് ചെയ്ത എല്ലാവരുമാണ് ഞാൻ ഈ ഇതിൽ നിർത്താൻ കാരണം. ഏത് ക്ലാസ്സിൽ, എത്രാം ക്ലാസ്സിൽ മുതൽ അതിന് പ്രാക്ടീസ്? ഞാൻ ഇതിന് എട്ട് പകുതിയായപ്പോൾ തൊട്ട് ആലപ്പുഴയിലേക്ക് പോയി. അപ്പോൾ 8ാം ക്ലാസ് തൊട്ട്. 8ാം ക്ലാസ്. അതെ, ഏത് യൂറോപ്പിൽ എങ്ങനെയാണ് അങ്ങനെ പോകാനുള്ള സാഹചര്യം ഉണ്ടായത്? സാഹചര്യം ബേബി സാറ് കാരണം. സാറിൻ്റെ ഒരു ഇത്, സാറ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഫസ്റ്റ് വോളിബോളായിരുന്നു. വോളിബോൾ വേണ്ടെന്ന് വെച്ചിട്ട് സാറ് പിന്നെ പറഞ്ഞതാണ് ആലപ്പുഴയിലേക്കുള്ള ഒരു ഇത്. സെലക്ഷൻ്റെ സാറ് അച്ഛൻ്റെ അടുക്കെ പറഞ്ഞു കൊടുത്ത് പിന്നെ അച്ഛൻ കൊണ്ടുപോയി പാല സെലക്ഷന് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിന് പിന്നെ കിട്ടി. അവിടെ പിന്നെ സെലക്ടായി. പിന്നെ അവിടെ നിന്ന് കോമ്പറ്റീഷൻ എല്ലാം കിട്ടി. ഫസ്റ്റ് കോമ്പറ്റീഷനിലുള്ള അനുഭവസ്ഥ എന്ന് പറയാമോ? ഫസ്റ്റ് കോമ്പറ്റീഷൻ അനുഭവം, ഫസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു പേടി. എനിക്കും ഉണ്ടായിരുന്നു പേടി. ആദ്യം ഇതിൽ കയറിയിരിക്കാൻ നേരത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്തതല്ല, പക്ഷേ ബെസ്റ്റ് ചെയ്തു. അപ്പം കിട്ടി. അത്രേ ഉള്ളൂ. പിന്നെ മെഡൽ മേടിക്കാനൊക്കെ കയറി നിന്നപ്പം ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ആദ്യത്തെ തവണ അപ്പം മെഡലെല്ലാം മേടിച്ച് നിൽക്കാൻ നേരത്ത്. അപ്പോൾ അത് പിന്നെ കോച്ചസ് എല്ലാവരും മുമ്പിൽ നിന്ന് ഭയങ്കര ഇതായിരുന്നു, സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. മെഡലെല്ലാം മേടിച്ച് എല്ലാവരും കൊണ്ട് കാണിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും എന്തൊരു പ്രൗഡ് മൂമെൻ്റ് ആയിരുന്നു. എനിക്കും എല്ലാവർക്കും ഇങ്ങനൊരു മെഡലിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഫസ്റ്റ് കോമ്പറ്റീഷൻ ഒരു മെഡൽ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏഷ്യയിൽ പോവും, ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നൊക്കെ. ഫസ്റ്റ് കോമ്പറ്റീഷന് മെഡൽ വേണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കോമ്പറ്റീഷന് മെഡൽ വേണം എന്ന് തന്നെയായിരുന്നു ഒരു ആഗ്രഹം. ആ മെഡൽ കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഏഷ്യയിൽ പോകാൻ പറ്റും, മലേഷ്യയിൽ പോകാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലും കിട്ടുമെന്നൊട്ടും ഇതായിരുന്നില്ല. മലേഷ്യയിലെ കാര്യങ്ങളൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു. പിന്നെ പഞ്ചാബിലെ മെഡൽ വേണമെന്നുണ്ടായിരുന്നു, അത് കിട്ടി. കേരളത്തിന്റെ കായിക പ്രശസ്തിയായ തുഴച്ചൽ മത്സരത്തിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് പട്ടം നേടി തൊടുപുഴയിലെത്തിയിട്ടും ഇടുക്കിയിലെ കാപട്യ സ്പോർട്സ് സംഘടനകളൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ചില രാഷ്ട്രീയ സംഘടനകളിലും സാംസ്കാരിക സംഘടനകളോ അല്ലാതെ
ശ്രീകുട്ടിക്കൊരു പൂച്ചെണ്ട് സമർപ്പിക്കാൻ വരെ പഞ്ചായത്ത് അധികാരികളും മറ്റ് സ്പോർട്സ് സംഘടനകളാരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണം കേരളം വളർന്നു വരുന്ന സ്പോർട്സ് താരങ്ങളോട് കാണിക്കുന്ന വിവേചനമാണെന്ന് പറയാതെ വയ്യ. PT ഉഷയ്ക്കും ഷൈനി അബ്രാഹത്തിനു ശേഷം ഇടുക്കിയെ മിടുക്കിയാക്കുന്ന ഈ 10ാം ക്ലാസ്സുകാരിയെ ആദരിക്കപ്പെടുന്നതിലും ബഹുമാനിക്കപ്പെടുന്നതിലും ചിലർ ഉറക്കം നടിക്കുകയാണ്. രാജ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സംഘടനകൾക്ക് മാത്രമാണ് സർക്കാർ തലത്തിലായാലും ഈ ഗോൾഡ് മെഡലിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. ശ്രീദേവിയുടെ അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്ത് നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ശ്രീകുട്ടിയെ ഇന്ത്യൻ താരമാക്കി വളർത്താൻ സഹായിച്ചതും ലോകരാഷ്ട്രങ്ങൾ ഇന്ന് ഇടുക്കിയെ വീണ്ടും അറിയപ്പെടാനും ഈ കുമാരമംഗലത്ത് അഭിമാനമായി നിലനിൽക്കാനും ഇനിയും നിങ്ങളുടെയെല്ലാം സഹായ സഹകരണങ്ങളും ദേവിയുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് മാത്രമാണ് ശ്രീദേവി രാജേഷ് നാട്ടുരാജ്യ ന്യൂസിനോട് പറഞ്ഞത്. ഏക സഹോദരൻ, അച്ഛനും അമ്മയും ഉൾക്കൊള്ളുന്ന ഈ കുടുംബാംഗങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓണാവധിക്ക് എത്തിയതാണ്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആലപ്പുഴയിലെ സ്പോർട്സ് സ്കൂളിലെ കടുത്ത ട്രെയിനിങ്ങിലേക്ക് വീണ്ടും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്ത് നിന്നും KK വിജയൻ.